അങ്ങനെ ഭാരതത്തിൻ്റെ തിരിച്ചടി തുടരുകയാണ്. ലാഹോർ കേന്ദ്രമാക്കി വരെ സ്ഫോടനം നടത്താനും അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേഖലകളിലേക്ക് തിരിച്ചടി നടത്താനും സാധിച്ചു. അവരുടെ വ്യോമ നിരീക്ഷണം നടത്തുന്ന സംവിധാനങ്ങൾ വരെ തകർക്കാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ കൃത്യമായി ചെറുക്കാൻ നമ്മുടെ വ്യോമ സൈനിക സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായി ലാഹോർ കേന്ദ്രീകരിച്ച് നടത്തിയ സൈനിക മുന്നേറ്റം ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കണം. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല എങ്കിൽ പോലും കൃത്യമായി ലാഹോറിൽ അവിടെ ആക്രമണം നടത്തിയത് ഭാരത സൈന്യമാണ് എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ കൂടി ചേരുന്നു. നന്ദഗോപൻ, നമ്മൾക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല എന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ഭാഷ്യത്തോടു കൂടി തന്നെയാണ്. ഭാരത സൈന്യം കൃത്യമായ മുന്നേറ്റം പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കി തന്നെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അത് വെറുതെയല്ല, ആവശ്യമില്ലാതെയല്ല, തിരിച്ചടിച്ചേ നമുക്ക് മതിയാകുകയുള്ളൂ. കാരണം നമ്മുടെ അതിർത്തി മേഖലകളിൽ നമ്മുടെ സൈനിക താവളങ്ങളിൽ ഒക്കെ ലക്ഷ്യമാക്കി, പ്രത്യേകിച്ചും പഞ്ചാബ് അതേപോലെ തന്നെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ലക്ഷ്യമാക്കി അവർ സൈനിക നീക്കത്തിന് പദ്ധതിയിട്ടത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അങ്ങോട്ടേക്ക് പാകിസ്ഥാനിലേക്ക് കടന്നാക്രമിക്കാതെ അവർക്കൊരു തിരിച്ചടി നൽകാൻ സാധിക്കില്ലല്ലോ. ശക്തമായി ഭാരതത്തിൻ്റെ സൈനിക മുന്നേറ്റം ഇപ്പോഴും തുടരുകയല്ലേ നന്ദഗോപൻ? വിനോദ്, പ്രധാനമായും ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നീ 3 സംസ്ഥാനങ്ങളിലെ 15 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഡ്രോൺ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഡ്രോണിനെ കൃത്യമായി ഭാരതത്തിൻ്റെ S-400 എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ സുദർശന ചക്ര എന്ന് വിളിക്കുന്ന പ്രതിരോധ സംവിധാനം കൊണ്ട് നമുക്കതിനെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പകരം ഹാർപി എന്ന് പറയുന്ന ഡ്രോൺ സംവിധാനത്തിലൂടെയാണ് ഭാരതം തിരിച്ചടിച്ചത്. 184 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാനും 500 കിലോമീറ്റർ അപ്പുറമുള്ള ടാർജറ്റ് 500 കിലോമീറ്റർ അപ്പുറമുള്ള ശത്രുവിനെ ലക്ഷ്യം വെച്ച് തൊടുക്കാൻ കഴിയുന്ന പ്രത്യേക ഡ്രോൺ മിസൈൽ സംവിധാനമാണ് ഹാർപി എന്നുള്ളത്. ആ ഹാർപി ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതം ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ്റെ പൂർണ്ണമായും തകർത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ 31 പേർ മരിച്ചു, അതേപോലെ തന്നെ 56 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാനിൽ ഭാരതം വിതച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഭാരതത്തെ ആക്രമിക്കാൻ നടത്തിയ പാകിസ്ഥാന്റെ നീക്കം ഭാരതത്തിൻ്റെ സൈന്യം പൂർണ്ണമായും പൊളിച്ചു തകർത്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രധാനമായും 15 കേന്ദ്രങ്ങൾ, ഇതിൽ വെസ്റ്റേൺ കമാൻഡ്, ആർമിയുടെ ഹരിയാനയിലുള്ള വെസ്റ്റേൺ കമാൻഡും ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലുള്ള നോർത്തേൺ കമാൻഡും പ്രധാനമായും ഈ ശത്രുക്കൾ ലക്ഷ്യം വെച്ചിരുന്നു. ഇതിനു പുറമെ ജമ്മു, ശ്രീനഗർ, അതേപോലെ തന്നെ അമൃത്സർ, പത്താൻകോട്ട് അടക്കമുള്ള മറ്റ് കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താൻ തുനിഞ്ഞത്. അതേ നാണയത്തിൽ ശക്തമായി തന്നെ മറുപടിയാണ് ഭാരതത്തിൻ്റെ സൈന്യവും നടത്തിയത്. ഈ അടി തിരിച്ചടി അതിനിയും വരും മണിക്കൂറുകളിലും തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ യാതൊരു പ്രകോപനവും കൂടാതെ ഭാരതത്തിൻ്റെ അതിർത്തി മേഖലയിലേക്ക് ഷെല്ലാക്രമണം തുടരുന്ന സാഹചര്യമാണ്. ഉറി, പൂഞ്ച്, അതേപോലെ തന്നെയുള്ള ബാരാമുള്ള അടക്കമുള്ള മേഖലകളിലേക്ക് ഇത്തരം ഷെല്ലാക്രമണങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം 16 പേരാണ് കൊല്ലപ്പെട്ടത്, 15 സിവിലിയനും അതേപോലെ തന്നെ ഒരു ആർമി ഉദ്യോഗസ്ഥനുമടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിരവധി വീടുകൾ തകർന്നു. സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടായത്. ഭാരതം സഹിഷ്ണുതയോടുകൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരുന്നു, പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരായ പൗരനെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നയതന്ത്ര പ്രധാനമായ സ്ഥലങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളെയോ ഒന്നും തന്നെ ആക്രമിക്കുവാൻ വേണ്ടി ഭാരതം മുതിർന്നില്ല. മറിച്ച് ഭാരതത്തിലെ സാധാരണക്കാരായ ആൾക്കാരെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ തുനിഞ്ഞത്. 16 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഭാരതത്തിന് ശക്തമായ മറുപടി നൽകിയേ മതിയാകൂ. അത്തരം മറുപടികൾക്ക് ഭാരതം ഒരുങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഇങ്ങനെ 15 ഇടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുവാൻ വേണ്ടി തുനിഞ്ഞത്. മറിച്ച് 25 ഇടങ്ങളിലാണ് ഭാരതം ആക്രമണം നടത്തിയത്. 25 ഡ്രോണുകൾ ഭാരതത്തിൻ്റെ വെടിവെച്ചു വിട്ടു എന്നുള്ളത് പാകിസ്ഥാന്റെ അവകാശവാദമാണ്. എന്നാൽ അത് പൂർണ്ണമായും പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഒരു ഡ്രോൺ പോലും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു എയർക്രാഫ്റ്റ് പോലും വെടിവെച്ചിടുവാനോ തകർക്കുവാനോ പാകിസ്ഥാൻ
പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല, അതിന് പാകിസ്ഥാന് ശേഷിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രയേൽ നിർമ്മിതമായിട്ടുള്ള ഹാർപി എന്നുള്ള നമ്മുടെ ഡ്രോൺ മിസൈൽ സംവിധാനം, ആ ഡ്രോൺ മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 500 കിലോമീറ്റർ അപ്പുറമുള്ള, അതായത് അതിർത്തി കടക്കേണ്ട സാഹചര്യം പോലുമില്ല, 500 കിലോമീറ്റർ അപ്പുറമുള്ള ശത്രുവിനെ നിലംപരിശാക്കുവാൻ കഴിവുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതേപോലെ ഭാരതത്തിൻ്റെ പക്കൽ ഇതിലും അപ്പുറം ആയുധ ശേഖരമുണ്ട്. പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആയുധ ശേഖരമാണ് ഭാരതത്തിൻ്റെ പക്കലുള്ളത്. ഇസ്രയേലും റഷ്യയും ഒക്കെ തന്നെ സഹായിച്ചുകൊണ്ട് ഭാരതത്തിൽ വലിയ രീതിയിലുള്ള ആയുധ ശേഖരമുണ്ട്. ഇത് ഓരോന്നായി പാകിസ്ഥാന് നേരെ തൊടുത്താൽ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം പൂർണ്ണമായും നിലംപരിശാകും, പൂർണ്ണമായും തകർന്നടിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും ഭാരതം പുലർത്തുന്ന ആ ഒരു നീതി ധർമ്മവും പുലർത്തുന്നത് കൊണ്ടാണ് ഭാരതം അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് മുതിരാത്തത്. അതേസമയം തന്നെ സമാനമായി പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ഭാരതത്തിലെ സാധാരണക്കാരെ വെച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഓപ്പറേഷനുകൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഭാരതത്തിനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഹാർപി ഡ്രോൺ മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എയർ ഡിഫൻസ് സംവിധാനം, പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സംവിധാനം പൂർണ്ണമായും തകർക്കുവാൻ വേണ്ടി ഭാരതത്തിന് കഴിഞ്ഞത്. ഔദ്യോഗികമായി 31 മരണം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും മരണമൊക്കെ അപ്പുറത്തേക്ക് വലിയ സംഖ്യയാണ് എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ കാണാൻ ഇരിക്കുന്നത് ഭാരതത്തിൻ്റെ വിരാട രൂപമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭാരതം ആ തരത്തിൽ എല്ലാ രീതിയിലും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഭാരതത്തെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മോക്ക് ഡ്രിൽ അടക്കമുള്ള നടപടികളിലൂടെ ഭാരതം സ്വാംശീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ അതിർത്തി മേഖലയിലേക്ക് സൈനിക വിന്യാസം കൂടുതലായി വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ എല്ലാ നഗരങ്ങളിലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തടക്കം സുരക്ഷ കർശനമാക്കിയ സാഹചര്യമാണ്. പാർലമെൻറ്റിനും അതേപോലെ തന്നെ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ സായുധധാരികളെ, ഇതിനോടകം തന്നെ കൂടുതൽ സായുധധാരികളായ ഭടന്മാരെ വിന്യസിച്ചു കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതേപോലുള്ള എയർ ഡിഫൻസ് സംവിധാനം ഈ മേഖലകളിൽ, തന്ത്രപ്രധാന മേഖലകളിൽ ഭാരതം ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു തരത്തിലും പാകിസ്ഥാന് വ്യോമാക്രമണം നടത്തുവാനോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പോലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുവാനോ പാകിസ്ഥാന് കഴിയില്ല. അത് കൃത്യമായി ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈനിക ശേഷി അതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് കഴിഞ്ഞ ഈ പുലർച്ചെ കണ്ടത്. പാകിസ്ഥാനിലേക്ക് കടന്നു കയറി പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സംവിധാനം തകർക്കുക എന്നുള്ളത് അത് അത്ര നിസ്സാര കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഭാരതത്തിന് അത് സാധ്യമായി. ഭാരതത്തിന് ഈ ലാഹോറിലിരിക്കുന്ന സംവിധാനം മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഓരോ മൂലയിലുള്ള ഇത്തരം സംവിധാനങ്ങളും തകർക്കുവാൻ വേണ്ടിയുള്ള ശേഷി ഭാരതത്തിൻ്റെ ആവനാഴിയിൽ അത്തരം ആയുധങ്ങളുണ്ട്, അത്തരം ശേഷി ഭാരതത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിൻ്റെ ആവനാഴിയിൽ നിന്നും ഓരോ ആയുധങ്ങളായി ഉപയോഗിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച ആയുധങ്ങൾ പാകിസ്ഥാന് ചെറുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ധൂർ ഒരു തരത്തിലും ചെറുക്കുവാൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല. ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാണ് ഭാരതം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് ഭാരതം കടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ചൈനയുടെ പിന്തുണ ഉണ്ടെങ്കിൽ കൂടിയും ഒരുപക്ഷെ പാകിസ്ഥാൻ അത് താങ്ങാനെന്നതിനും അപ്പുറമാകുമെന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. ഇതിനോടകം തന്നെ ഭാരതത്തെ സപ്പോർട്ട് ചെയ്ത് ഭാരതത്തിന് പിന്തുണയുമായി ഇസ്രയേലും റഷ്യയും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഈ സൈനിക ശേഷിയിൽ തന്നെ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഭാരതത്തിന് സഹായം ഇതിനോടകം തന്നെ വാഗ്ദാനം ചെയ്തു. പ്രത്യേകിച്ച് ഭാരതം ആഗോളതലത്തിൽ നടത്തുന്ന ഈ ഭീകര വിരുദ്ധ വേട്ടയ്ക്ക് അതിന് ലോകരാജ്യങ്ങളൊന്നാകെ ഭാരതത്തിന് പിന്തുണ നൽകി. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്തേക്ക് ഭാരതം കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങളൊന്നാകെ ഭാരതത്തിനൊപ്പം നിൽക്കും. വളരെ ചൈന പോലുള്ള വളരെ വിരലെണ്ണാവുന്ന ചില രാജ്യങ്ങൾ മാത്രമാണ് പ്രധാനമായും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നതെങ്കിലും കൂടുതൽ രാഷ്ട്രങ്ങൾ ഭാരതത്തിനൊപ്പം നിൽക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 7 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 31 മരണങ്ങൾ, ഭാരതം നടത്തിയ ആക്രമണത്തിൽ 31 മരണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അതിൽ സ്ഥിരീകരിക്കുന്നത് 7 പേർ മരിച്ചു എന്ന്, 7 പാകിസ്ഥാൻ സൈന്യം മരിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലാഹോറിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഭാരതത്തിന് പാകിസ്ഥാനെതിരെ വരുത്തിവെക്കാൻ കഴിഞ്ഞത്.
വലിയ നാശനഷ്ടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ റാവൽപിണ്ടിയിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെ തകർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വ്യക്തമാകുന്നത്. സ്റ്റേഡിയം പാക് സൂപ്പർ ലീഗിൻ്റെ വേദി കൂടിയായിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ പാകിസ്ഥാനിലെ അതേപോലെ തന്നെ വാൾട്ടൺ എയർബേസിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഇന്നലെ രാത്രിയിൽ മാത്രമല്ല, ഇന്ന് പകലും ഈ അതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന, വാഗ ബോർഡറുമായി ചേർന്ന് കിടക്കുന്ന വാൾട്ടൺ എയർബേസിൽ കൂടുതൽ ആക്രമണം ഭാരതം നടത്തി എന്നുള്ളത് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയാണ്. പാകിസ്ഥാൻ ഇപ്പോഴും ഭാരതത്തിൻ്റെ ആക്രമണങ്ങളെ, അല്ലെങ്കിൽ ഭാരതം എവിടേക്കാണ് ആക്രമണം നടത്തിയത്, എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേർ കൊല്ലപ്പെട്ടു തുടങ്ങിയ കണക്കുകളൊക്കെ തന്നെ ഇപ്പോഴും പൂർണ്ണമായും പാകിസ്ഥാൻ്റെ പക്കലില്ല. അത് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ തേടുന്നതേയുള്ളൂ. അതായത് ഭാരതം യഥാർത്ഥത്തിൽ നടത്തിയത് ഒരു യുദ്ധമല്ല, ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി പോലും താങ്ങുവാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ, പാകിസ്ഥാൻ്റെ പ്രധാന പ്രതിരോധ സിസ്റ്റം, ലാഹോറിലുള്ള ആ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ തകർക്കുവാൻ വേണ്ടി ഭാരതത്തിന് സാധിച്ചത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റാവൽപിണ്ടിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ തകർന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടും ആക്രമണം നടക്കുന്നു, ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ വീണ്ടും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. അങ്ങനെ തിരിച്ചടി ഇങ്ങനെ തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി തന്നെയാണ് ഓരോ നിമിഷവും. ഇതിന് തുടക്കം മുതൽ തന്നെ, ഇപ്പോൾ പെഹൽഗാം ആക്രമണത്തിൽ ഒരുപക്ഷെ വലിയ നേട്ടം നടത്തിയതായി പാകിസ്ഥാൻ ഒരുപക്ഷെ അവർ ഉള്ളിലെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, പിന്നീട് പാകിസ്ഥാൻ ഓരോ നിമിഷവും തകർന്നടിയുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ നമുക്കറിയാം ആഭ്യന്തര സംഘർഷം വളരെ രൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതിന് പിന്നിലും ഭാരതമാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അതേസമയം അതെല്ലാം തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. ഇന്ന് തന്നെ 14 സൈനികർ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബലൂജ് ലിബറേഷൻ ആർമി ഇതിന് പിന്നിലുള്ള അവകാശം, അവരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളത് അവർ ഏറ്റെടുത്തെങ്കിലും കൂടിയും അതിന് പിന്നിൽ ഭാരതത്തിൻ്റെ കൈകളുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത്. ഇതേപോലെ തന്നെ ഭാരതത്തിന് അദൃശ്യമായ നിരവധി കരങ്ങൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു. ആ കരങ്ങൾ മതി ഒരുപക്ഷെ പാകിസ്ഥാനെ തച്ച് തകർക്കാൻ എന്നുള്ള യാഥാർത്ഥ്യബോധം അവർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഭാരതത്തിനെതിരെ വീണ്ടും ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിരുന്നു. എന്നാൽ ശക്തമായ നാണയത്തിൽ ഭാരതം തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. 7 വ്യോമസേന വലിയ നിലയിലുള്ള ആക്രമണം തന്നെയാണ് ഭാരത സൈന്യം മുന്നോട്ട് നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലാഹോർ കേന്ദ്രമാക്കി തന്നെ നമ്മൾ നടത്തിയ ആക്രമണം കൃത്യമായി വിജയം കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നു. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി മാത്രമേ ഇനിയും പുറത്തു വരാനുള്ളൂ. യുദ്ധത്തിന് സമാനമായ നിലയിലുള്ള വലിയ ഏറ്റുമുട്ടൽ തന്നെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഭാരതം ലാഹോറിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരണം വരുമ്പോൾ ഇനിയും ഒരു യുദ്ധപ്രഖ്യാപനം അടുത്ത് തന്നെ, അല്ലെങ്കിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അടുത്ത് തന്നെ ഉണ്ടാകും. എന്തായാലും ഭാരതം കൃത്യമായി പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വലിയ മുന്നേറ്റം തന്നെ നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയതിന് പ്രധാനമായി കാരണക്കാരായത് പാകിസ്ഥാനാണ്. കാരണം നമ്മൾക്കറിയാം, പാവപ്പെട്ട 26 വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട തലച്ചോറിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് ഭാരതം, ലോകത്തിൻ്റെ തന്നെ സൈനിക ശക്തിയായിട്ടുള്ള ഭാരതം അതിൻ്റെ കരുത്ത് കാട്ടുക തന്നെ വേണം. അത്തരത്തിലുള്ള തിരിച്ചടിയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാഹോറിൽ വലിയ സ്ഫോടനം നടത്തിക്കൊണ്ട് തന്നെ ഭാരത സൈന്യം അവരുടെ സൈനിക നീക്കം മുന്നോട്ട് നീക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ, ഈ എല്ലാ കാലത്തും പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ കൂടുതലും നടത്തിയിട്ടുള്ളത് ഒളിയുദ്ധങ്ങളാണ്. അവർ തീവ്രവാദികളെ ഉപയോഗിച്ച് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അവർ കൃത്യമായി ഇത്തരത്തിലുള്ള ഒളിയുദ്ധങ്ങൾ അവർ നമ്മുടെ അതിർത്തി മേഖലകളിൽ നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രത്യേകിച്ചും ഗുജറാത്തിലും അതേപോലെ തന്നെ പഞ്ചാബിലും അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ തകർക്കാനുള്ള ഒരു പദ്ധതിയെ ഭാരത സൈന്യം കൃത്യമായി ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന് തന്നെയല്ലേ ഭാരത സൈന്യം കരുതുന്നത്? ജിഷ്ണു കൃഷ്ണൻ. വിനോദം, തീർച്ചയായും അത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുമുള്ള അക്രമവും ഭാരതം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ നമ്മുടെ അതിർത്തി മേഖലകളിൽ ഭാരതത്തിന്റെ സൈന്യം സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അതിവിജയകരമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട് കൂടാതെ അമൃത്സർ, കപൂർത്തല, ഉദ്ധംപൂരിലെ നോർത്തേൺ കമാൻഡ്, ആർമിയുടെ നോർത്തേൺ കമാൻഡ്, ഹരിയാനയിലെ വെസ്റ്റേൺ കമാൻഡ് ഇവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണം ശ്രമം ഉണ്ടായിട്ടുള്ളത്. അതിനെ അതിശക്തമായി സുദർശനയിലൂടെ, അതായത് റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ സംവിധാനം S-400 ഭാരതം പേര് നൽകിയിരിക്കുന്നത് സുദർശനം എന്നുള്ളതാണ്. അത്തരത്തിൽ ആ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ അക്രമത്തെ പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ കടന്നുകൊണ്ട് ലാഹോറിലും തലസ്ഥാനമായ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമെല്ലാം അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ പാകിസ്ഥാനിലുണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരാനുണ്ട്. പാക് വ്യോമസേനയുടെ 7 ഉദ്യോഗസ്ഥർ ഭാരതത്തിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റാവൽപിണ്ടിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്നിട്ടുണ്ട്. ലാഹോറിലാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർത്തുകൊണ്ടുള്ള തിരിച്ചടി ഭാരതം നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് അതിശക്തമായിട്ടുള്ള മറുപടി പാകിസ്ഥാൻ സൈന്യത്തിനും ഭരണകൂടത്തിനും മനസ്സിലാകുന്ന ഭാഷയിൽ അതികൃത്യമായ ശക്തമായ മറുപടിയും തിരിച്ചടിയുമാണ് സൈനിക താവളങ്ങളിൽ ഇപ്പോൾ ഭാരതം നൽകിയിട്ടുള്ളത്. അത് പ്രതിരോധ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ നാശനഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്.